NCERT-ക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ്. 2014 മുതൽ NCERT RSS സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. NCERT-യുടെ ലക്ഷ്യം പാഠപുസ്തകങ്ങളുടെ നിർമ്മാണമാണ്, അല്ലാതെ രാഷ്ട്രീയ ലഘുലേഖകളുടെ നിർമ്മാണവും അതിൻ്റെ പ്രചാരണവുമല്ല. രാജ്യത്തിൻ്റെ ഭരണഘടനയെ NCERT ആക്രമിക്കുകയാണെന്നും ജയറാം രമേശ് പറഞ്ഞു. NCERT എന്നാൽ നാഗ്പൂരോ നരേന്ദ്ര കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങോ അല്ല എന്ന് ഓർക്കണമെന്നും ജയറാം രമേശ് പറഞ്ഞു. നോബൽ മാരിക്കാരം വിശദാംശങ്ങളുമായി. നോബൽ, കഴിഞ്ഞ ദിവസമാണ് NCERT 3 താഴികക്കുടങ്ങളുള്ള കെട്ടിടം എന്ന് ബാബറി മസ്ജിദിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെയാണ്? നികേഷ്, ഈ പാഠപുസ്തകങ്ങളടക്കം ഈ ബാബറി മസ്ജിദ് അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ NCERT നടത്തുന്ന മാറ്റങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിമർശനം എന്താണെങ്കിലും ഉയർന്നിരിക്കുന്നത്. 2014 മുതൽ NCERT-യുടെ പ്രവർത്തനം RSS-ലെ ഒരു അംഗത്തെ പോലെയാണ് എന്താണ് ജയറാം രമേശ് വിമർശനം ഉന്നയിക്കുന്നത്. NCERT-യുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളുടെ അച്ചടി അടക്കമുള്ള കാര്യങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയ ലഘുലേഖകളുടെ നിർമ്മാണമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രചാരണമോ അല്ല എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. രാജ്യത്തെ ഭരണഘടനയെ പോലും NCERT ആക്രമിക്കുകയാണ് എന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ജയറാം രമേശ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. NCERT എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ്, അല്ലാതെ നാഗ്പൂർ എന്നോ അല്ലെങ്കിൽ നരേന്ദ്രമോദി കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നോ അല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പാഠപുസ്തകം അടക്കമുള്ള വിഷയങ്ങളിൽ NCERT സ്വീകരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും ഈ സംഘപരിവാർ ആശയങ്ങൾ അത്തരത്തിൽ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷം പല ഘട്ടങ്ങളിലും ഉയർത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ പല സാഹചര്യങ്ങളും നമുക്ക് പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിഞ്ഞതുമാണ്. എന്താണെങ്കിലും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിമർശനം വീണ്ടും സജീവമായിരിക്കുന്നത്. RSS-ന്റെ ഒരു സംഘം പോലെയാണ്, അല്ലെങ്കിൽ RSS-ന്റെ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന സംവിധാനം പോലെയാണ് 2014 പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014 മുതൽ NCERT പ്രവർത്തിക്കുന്നത് എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും ഇതിൽ ഒരു നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. RSS അംഗത്തെ പോലെയാണ് NCERT പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപമാണ് ജയറാം രമേശ് നൽകുന്നത്.